മിഡിൽ ക്ലാസ് ഫാമിലി അറ്റ് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 40 കിലോമീറ്ററും തുറമുഖ നഗരമായ കൊല്ലത്ത് നിന്നും 26 കിലോമീറ്ററും മാറി കൊല്ലം തിരുവനന്തപുരം ഹൈവേ തീരദേശ ഹൈവേയിലാണ് ഈ പറയുന്ന വർക്കല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാനമായ ഒരു വൈഷ്ണവ ആരാധനാലയമായ 2500 വർഷം പഴക്കമുള്ള ജനാർദ്ദന സ്വാമി ക്ഷേത്രം വർക്കലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് ബനാറസ് എന്നും ദക്ഷിണ കാശി എന്നും വർക്കലയെ അറിയപ്പെടാറുണ്ട്. കേരളത്തിലെ ഏക പ്രകൃതി ചികിത്സാ ഹോസ്പിറ്റൽ വർക്കലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർക്കല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും വിനോദസഞ്ചാരികളുടെയും പറുദീസ എന്ന് തന്നെയാണ് നമുക്ക് വർക്കലയെ പറ്റി പറയാൻ. സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശിവഗിരി മഠമാണ് വർക്കലയിലെ മറ്റൊരു നാഴികക്കല്ല്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിലൊന്നാണ് കുന്നിൻ മുകളിലുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം. ബ്രഹ്മാവിൽ നിന്നുമുണ്ടായ ശാപത്തിൽ നിന്നും ദേവഗണങ്ങൾക്ക് മോക്ഷം നേടുന്നതിന് വേണ്ടിയിട്ട് പൂജാകർമ്മങ്ങൾ നടത്തുവാൻ ഉചിതമായ ഒരു സ്ഥലം കണ്ടുപിടിക്കാനായി നാരദ മഹർഷി തീരുമാനിച്ചു. നാരദ മഹർഷി തൻ്റെ വാൽക്കലം ഊരി എറിയുകയും പിന്നീട് അത് ചെന്ന് പതിച്ച സ്ഥലം മോക്ഷപൂജ നടക്കുന്നതിന് തിരഞ്ഞെടുത്തുവെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് കാലാന്തരത്തിൽ കലം പതിച്ച ഈ നാടിനെ വർക്കല എന്നു പേര് വന്നുമാണ് പറയപ്പെടുന്നത്.